നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബഡ്ജറ്റിൽ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ 139 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിച്ചതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. കേരളത്തിലെ റോഡ് വികസനത്തിന് 988.75 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. മദ്യത്തിനടിമയായി ഏറെക്കാലത്തിനു ശേഷം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി വിൽസൺ. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വർഡ് പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ വിവരിച്ച് സംസ്ഥാന ബജറ്റ്. ൽ കൊച്ചി വിമാനത്താവളം വഴി കടന്നുപോയി യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. വാർത്തകൾ വിശദമായി. ബഡ്ജറ്റിൽ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ 139 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിച്ചതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്തിൽ കൊമ്പിച്ചാൽ കുറുപ്പം റോഡ് BC നിലവാരത്തിൽ നിർമ്മാണത്തിന് 1.5 കോടി രൂപ. കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ചാത്തൻചാൽ റോഡ് BC നിലവാരത്തിൽ നിർമ്മാണത്തിന് 1 കോടി രൂപ. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുറ്റിച്ചിറ ചായ്പുംകുഴി റോഡ് BC നിലവാരത്തിൽ നിർമ്മാണത്തിന് 2 കോടി രൂപ. ചാലക്കുടി നഗരസഭ പനമ്പള്ളി കോളേജ് നോർത്ത് ചാലക്കുടി പള്ളി റോഡ് BC നിലവാരത്തിൽ നിർമ്മാണത്തിന് 1.25 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വൈലാത്ര മാരാങ്കോട് റോഡ് BC നിലവാരത്തിൽ നിർമ്മാണം 1.25 കോടി രൂപ. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം 10 കോടി രൂപ. ചാലക്കുടി കലാഭവമണി പാർക്ക് 2ാം ഘട്ട വികസനം 10 കോടി രൂപ. വാഴച്ചാൽ പ്രീ മെട്രിക് ഹോസ്റ്റലിന് പുതിയ കെട്ടിടം 3 കോടി രൂപ. മേലൂർ ഗ്രാമപഞ്ചായത്തിൽ ചാലക്കുടി പുഴയോട് ചേർന്ന് റിവർ ഫ്രണ്ട് പോക്കറ്റ് പാർക്ക് നിർമ്മാണം 3 കോടി രൂപ. കൊടകര മാർക്കറ്റ് നവീകരണം 5 കോടി രൂപ. കൊരട്ടി വെറ്റിനറി ആശുപത്രിക്ക് ആധുനിക രീതിയിലുള്ള കെട്ടിട നിർമ്മാണം 2 കോടി. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഗ്രൗണ്ടും പൗലിയനും നിർമ്മാണം 5 കോടി. ചാലക്കുടി ഫയർഫോഴ്സിന് പുതിയ കെട്ടിടം 5 കോടി. ചാലക്കുടി നഗരസഭയിൽ പറയന്തോടിന്റെയും കൈവഴികളുടെയും 1ാം ഘട്ട നവീകരണം 10 കോടി. കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൈക്കൂട്ടം കടവിൽ പാലം നിർമ്മാണം 28 കോടി. മേലൂർ പരിയാരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചാലക്കുടി പുഴയിൽ കയ്യാണിക്കടവിൽ ചെക്ക് ഡാം നിർമ്മാണം 28 കോടി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ട്രോമ കെയർ യൂണിറ്റിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരണം 7 കോടി രൂപ. ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ആറങ്ങാലിക്കടവ് സംരക്ഷണം 8 കോടി. കാടുകുറ്റി പഞ്ചായത്തിലെ കണിച്ചാന്തുറയിൽ ഓക്സ്ബോ തടാകം പാർശ്വഭിത്തി കെട്ടി സംരക്ഷണം 8 കോടി എന്നിവയാണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ അംഗീകാരം ലഭിച്ച മറ്റു പ്രവൃത്തികൾ. കേരളത്തിലെ റോഡ് വികസനത്തിന് 988.75 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. CIRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 39 റോഡുകളുടെ വികസനത്തിനാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നിരന്തരമായി ഉയർത്തിയ ആവശ്യം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന് പ്രഖ്യാപനം പങ്കുവച്ച് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ജനക്ഷേമ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കിടയിൽ മറ്റൊരു സന്തോഷ വർത്തമാനം കൂടി എന്ന പരാമർശത്തോടെയാണ് മന്ത്രി കേന്ദ്ര സർക്കാർ ഇടപെടൽ പ്രഖ്യാപിച്ചത്. 586.33 കിലോമീറ്റർ റോഡുകൾ CIRFിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ സഹായിച്ച മുഖ്യമന്ത്രിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്കും നന്ദി അറിയിക്കുന്നു. റോഡ് പ്രവൃത്തികൾക്കുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 39 പ്രധാനപ്പെട്ട റോഡുകളിൽ വരുന്ന മാറ്റം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. അതിനിടെ സംസ്ഥാനത്തെ റോഡ് ഗതാഗതം സുഗമമാക്കാൻ ഉതകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി
ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിനായി കിഫ്ബി വഴി 5217 കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. MC റോഡിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനായി കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ എന്നീ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ വികസനവും ഈ ഘട്ടത്തിൽ നടപ്പിലാക്കും. കൊട്ടാരക്കര ബൈപ്പാസ് നിർമ്മാണത്തിനായി 110.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ കൊട്ടാരക്കര ബൈപ്പാസിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേഡ് പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ വിവരിച്ച് സംസ്ഥാന ബജറ്റ്. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് അഷ്വേഡ് പെൻഷൻ. നിലവിലുള്ള NPS-ൽ നിന്നും അഷ്വേഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് സംവിധാനമുണ്ടാക്കും. അഷ്വേഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറത്തിറക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ജീവനക്കാരുടെ ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാന ജീവനക്കാരുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ശമ്പളം പരിഷ്കരിക്കുന്നതിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കണം എന്നതാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെയും നയം. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA, DR കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കും. ഒരു ഗഡു ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പം നൽകും. ശേഷിക്കുന്ന കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. മദ്യത്തിനടിമയായി ഏറെക്കാലത്തിനു ശേഷം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി വിൽസൺ. നെല്ലായിക്കടുത്ത് ഓട്ട് കമ്പനിയിലെ ജീവനക്കാരനായ 58-കാരൻ വിൽസന് ജോലിയും മദ്യപാനവുമായിരുന്നു പ്രധാനം. മദ്യപിച്ചു തുടങ്ങിയാൽ പിന്നെ ബോധം പോകുന്നതുവരെ കുടി തന്നെ. കല്ലൂർ ആദൂർ സ്വദേശിയായ പറമ്പത്ത് വിൽസൺ നല്ലൊരു ഗായകനാണ്. ജനിച്ചു വളർന്ന ചിറ്റിശ്ശേരിയിൽ പള്ളിയിലെ ഗായക സംഘത്തിലെ അംഗമായിരുന്നു ആദ്യകാലങ്ങളിൽ. അടുത്തയിടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരാവശ്യത്തിനെത്തിയ വിൽസന്റെ അടുത്ത് ഒരു പാട്ടുപാടാൻ ഗ്രാമപഞ്ചായത്ത് അംഗം നിർബന്ധിച്ചു. തുടർന്ന് വിൽസൺ പാടിയ "എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ" എന്ന അയ്യപ്പ ഭക്തിഗാനം മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. വിൽസന്റെ സ്വരമാധുരിയിൽ ഗാനം പാടുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. ഇതോടെ വിൽസൺ വൈറലായി. ഇതിനെ തുടർന്ന് ഒട്ടേറെ ചാനലുകൾ വിൽസനെ തേടി വന്നു. അപ്പോഴും മദ്യപാനം തുടർന്ന വിൽസനെ ഇതിൽ നിന്നും മോചിപ്പിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ നാട്ടുകാരനും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ KK രാജു സമീപിച്ചു. രാജുവിന്റെ സ്നേഹപൂർവ്വമായി നിർബന്ധത്തിന് വഴങ്ങി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ വിൽസനെ പ്രവേശിപ്പിച്ചു. 10 ദിവസത്തെ ചികിത്സയും കൗൺസിലിംഗും കഴിഞ്ഞതോടെ വിൽസൺ പുതിയൊരു മനുഷ്യനായി. ഒരു സിനിമാ ഗാനമെങ്കിലും പാടണം എന്നാണ് വിൽസന്റെ ഇനിയുള്ള ആഗ്രഹം. ഇനിയുള്ള കാലം മദ്യപിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് വിൽസൺ. ഭാര്യയും 2 മക്കളുമുണ്ട്. വളരെ സ്നേഹം ഉള്ള ആൾക്കാരുകളും എല്ലാവരും നമ്മളെ ഈ ഒരു രോഗിയെന്ന ഉപരി ഒരു സുഹൃത്തിനെ പോലെ കാണുന്ന ഒരു ആശുപത്രിയായിട്ട് തോന്നിയില്ല, ഒരു വീട് പോലെ തോന്നിയത്. അത്ര എല്ലാവരും നല്ല ഇഷ്ടമായിരുന്നു. എനിക്ക് നിമിത്തം വന്നത് ഈ രാജു സാറായിട്ടാണ്. വഴിയിൽ വെച്ച് കണ്ട് അപ്പോൾ ആള് ഒരു കള്ളിമുണ്ടും ഒക്കെ എടുത്ത് കടയിലേക്ക് പോവാ. അപ്പം വിൽസാട്ടാ നമുക്കൊരു 10 ദിവസം ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞു, പെരുന്നാളിന് മുന്നേ. അപ്പം ഞാൻ ഉള്ള 100 രൂപ വെച്ചു കള്ളു കുടിക്കാൻ തന്നെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വരാം. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആൾ പറഞ്ഞു നാളെ പോകാം നമുക്ക്, ചൊവ്വാഴ്ച. അങ്ങനെ ചൊവ്വാഴ്ച ഞങ്ങൾ ആളെന്നെ കൊണ്ടുവന്നാക്കിയ ഒരു മെമ്പറും ഉണ്ടായിരുന്നു കൂടെ, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഞാനും ഭാര്യയും കൂടിയിട്ട് അങ്ങനെ ഒരു 8 ദിവസം ഇവിടെ നിന്നു. പിന്നെ 8 ദിവസം ഈ മരുന്ന് മേടിച്ച് കൊണ്ടുപോയി കഴിച്ചു. ഇപ്പം ഇന്ന് ആളെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പ്രചോദനമായത് രാജു സാറാണ്. മുൻപ് അത് മനസ്സോടെ പോയി നിന്നത്. അത് നമ്മുടെ മുരിങ്ങൂർ ഡി അഡിക്ഷൻ സെന്ററിൽ 15 ദിവസം നിന്നു. ആനന്ദപുരത്ത് നിന്ന് അത് 21 ദിവസം നിന്നു. 25-ാം ദിവസം കുടിച്ചു. അതേമാതിരി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി, അവിടെ ഒരു 15 ദിവസം കിടന്നു. 17-ാം പക്കം കുടിച്ചു. ഇവിടെ വന്ന് 8 ദിവസം കിടന്നു. 16 ദിവസമായിട്ട് കുടിച്ചിട്ടില്ല.
ഇന്ന് 17ാമത്തെ ദിവസം. ഇനി കടം ചോദിക്കുന്ന പ്രശ്നമില്ല. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം നീ ചോദിച്ചാൽ തരും. പക്ഷെ ഇനി കുടിക്കാനായിട്ട് ഞാൻ അറിയുന്ന കാശ് മേടിക്കൂല. ഇനി കുടിയില്ല. ഇനി നമുക്ക് ലഹരി സംഗീതം. നമ്മുടെ ചാലക്കുടി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ സംയുക്ത സഹകരണത്തോടെ നടത്തുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ നമ്മുടെ നാട്ടിലെ ലഹരിക്ക് അറിഞ്ഞോ അറിയാതെയോ അടിമപ്പെട്ട കണ്ണീരായിട്ട്, അതെ കരയുന്ന കണ്ണീരായിട്ട് വിഷമിച്ചു വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് ആ കണ്ണീര് മാറ്റിക്കൊണ്ട് അവരുടെ കുടുംബത്തിന് ഒരു പുഞ്ചിരി തൂകാൻ പറ്റിയതിൽ ഒരു കുടുംബമാണ് ശ്രീ വിൽസേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അതുപോലെ നിരവധി കുടുംബങ്ങളോട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നമുക്ക് നമ്മുടെ ഇവിടുത്തെ സീനിയർ സൈക്കാട്രിസ്റ്റായ പീറ്റർ സാറിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ അനുപ്രിയ മാഡം, അതുപോലെ തന്നെ സൈക്കാട്രി സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ് എല്ലാവരും വലിയൊരു പിന്തുണയോട് കൂടി ഒരുപാട് ആൾക്കാർ ലഹരിക്ക് മോചനം നടന്നു വരുന്നുണ്ട്. അത് എക്സൈസിനെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും വലിയൊരു നേട്ടമായിട്ടാണ് കണക്കൂട്ടുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ വിൽസേട്ടനെ കാണുമ്പോൾ വിൽസേട്ടൻ വളരെ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു. അദ്ദേഹത്തിനെ കണ്ട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെ നിർത്തണമെന്ന് അതിയായി ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കൂടെയുണ്ട്. അവർക്ക് നല്ലൊരു സന്തോഷപരമായ നിമിഷങ്ങളും നല്ല സന്തോഷപരമായ കുടുംബങ്ങളും ഉണ്ടാവണമെന്നാണ് എനിക്ക് പ്രാർത്ഥന. എന്നുവെച്ചാൽ പണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരാൻ നേരം ഉണ്ടാവില്ല, എപ്പോഴും കുടിച്ച് നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പം ആള് ഫുൾ ടൈം ഒരുവിധം സമയം വീട്ടിലുണ്ട്. പിന്നെ പാട്ട് പ്രാക്ടീസും കുടുംബത്തിൽ പിള്ളേർക്കൊക്കെ എന്തൊരു സന്തോഷം എന്നറിയാം. മോനൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ നാണക്കേട്. മറ്റുള്ളവരോട് മുഖത്തൊന്നും നോക്കില്ല കൊച്ചുങ്ങൾ. ആൺപിള്ളേരാണ്, അവർക്ക് വിഷമമുണ്ട്. 10-25 വയസ്സായില്ലേ. ഇപ്പം അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരു പാട്ട് നോക്കാൻ പറഞ്ഞവരെ അപ്പൻ്റെ നോക്കില്ല മക്കള്. ഈ വന്ന ഇതൊന്നും എൻ്റെ മക്കൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ അറിഞ്ഞത് 26-ാം തീയതി ആയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. വെച്ചാൽ ഫോണിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നാൽ അവർ നോക്കില്ല. പ്രത്യേകിച്ച് അപ്പനെ കുറിച്ച് ഓരോന്നും കണ്ടാൽ അവർ നോക്കാറില്ലായിരുന്നു. ഇപ്പോൾ വളരെ സന്തോഷം. 24-ാം തീയതി 25-ാം തീയതി ഒക്കെ ഇട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഡിസംബറിലായിരുന്നല്ലോ അത്. അതൊക്കെ ഇപ്പോഴാണ് മക്കൾ നോക്കി ടി വിയിലേക്ക് വെച്ച് കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആൾക്കും. ഞങ്ങൾ പറഞ്ഞവരെ ഞങ്ങൾ വീട്ടിലുള്ള 4 പേര്, ഞങ്ങൾ 2 പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളതിൽ ഫോണില്ല, സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾക്കുണ്ട്, പക്ഷെ അവർ ഈ കാര്യങ്ങളൊന്നും നോക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷമാണ് പിള്ളേർക്ക്. മനസ്സിൽ തന്നെ പാട്ട് തുടങ്ങാറുമ്പോ പറയും. ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ഭാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. 1000 മണിയൊച്ചയെതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യമെതിരേറ്റു, അവിടുത്തെ കാരുണ്യമെതിരേറ്റു. ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ഭാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഓലക്കുടയിൽ നിൻ പീലി കണ്ണെന്തിനു നീ പണ്ടേ മറന്നു വച്ചു. ഓലക്കുടയിൽ നിൻ പീലി കണ്ണെന്തിനു നീ പണ്ടേ മറന്നു വച്ചു. സംഗീതരംഭങ്ങൾ 9 കൂടി നീ എന്തിനെന്നെയിൽ ഒളിച്ചു വച്ചു. നിനക്ക് വേണ്ടേ ഒന്നും നിനക്ക് വേണ്ടേ, എൻ മിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനെ. എൻ മിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനെ.
ചിറകിൽ ചിതഗ്നിയായി കാട്ടിലലഞ്ഞപ്പോൾ വിധിയോടൊളിച്ചു കളിച്ചവനെ, എൻ്റെ ദൈവം ഭവാൻ എൻ്റെ ദൈവം. ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ദാസേട്ടൻ്റെയും എസ് പിയുടെ ഒക്കെ പാട്ടിനോട് എനിക്ക് മെലോഡി പാട്ടുകളോട് എനിക്ക് ഇഷ്ടം. കലാപൻ്റെ മണ്ണിര ഞാനൊക്കെ 4 വരി പഠിച്ചുള്ളൂ. ഞാൻ പാടും. ആലങ്ങാട്ടങ്ങാടി കാള കളിക്കുമ്പോ പ്രായം ചെറുതാടിയേ പെണ്ണെ, താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതാടി പെണ്ണെ, ആരു ചതിച്ചതാടി. ആലങ്ങാട്ടങ്ങാടി കാള കളിക്കുമ്പോ പ്രായം ചെറുതാടിയേ പെണ്ണെ, താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതാടി പെണ്ണെ, ആരു ചതിച്ചതാടി. എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ, പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ്, പുകരും സമതൻ സുന്ദരശീല്. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ്, പുലരും സമതൻ സുന്ദരശീല്. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേയൻ, ആത്മാവല്ലയോ കോവിലേ. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേയൻ, ആത്മാവല്ലയോ കോവിലേ. പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം, അറിയണം അടിയന്റെ സങ്കടം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഹരിഹാരസാരമേ കർപ്പൂര പ്രിയരേ, സിന്ദൂരവർണ്ണനേ സ്വാമിയേ. ഹരിഹാരസാരമേ കർപ്പൂര പ്രിയനേ, സിന്ദൂരവർണ്ണനേ സ്വാമിയേ. എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരാൻ നേരം ഉണ്ടാവില്ല, എപ്പോഴും പിടിച്ച് നടക്കാനേ നേരം ഉണ്ടാവില്ല. ഇപ്പം ആള് ഫുൾ ടൈം ഒരുവിധം സമയം വീട്ടിലുണ്ട്. പിന്നെ പാട്ട് പ്രാക്ടീസും കുടുംബത്തിൽ പിള്ളേർക്കൊക്കെ എന്തൊരു സന്തോഷം പറയും. മോനൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ നാണക്കേടാണ്. മറ്റുള്ളവരോട് മുഖത്തൊന്നും നോക്കില്ല. ആൺപിള്ളേരാണ്, അവർക്ക് വിഷമമുണ്ട്. 10-25 വയസ്സായി. ഇപ്പം അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരു പാട്ട് നോക്കാൻ പറഞ്ഞാൽ വരെ അപ്പറ്റ നോക്കില്ല മക്കൾ. ഈ വന്ന ഇതൊന്നും എൻ്റെ മക്കൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ അറിഞ്ഞത് 26-ാം തീയതി ആയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. ഫോണിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നാൽ അവർ നോക്കില്ല. പ്രത്യേകിച്ച് അപ്പനെ കുറിച്ച് ഓരോന്നും കണ്ടാൽ അവർ നോക്കാറില്ലായിരുന്നു. ഇപ്പോൾ വളരെ സന്തോഷം. പിള്ളേർ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഫോണിൽ നോക്കാനും കാണിച്ചു കൊടുക്കാനും പഴയതൊക്കെ നോക്കിയിട്ട് അവർ 24-ാം തീയതി 25-ാം തീയതി ഒക്കെ ഇട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഡിസംബർ. നമ്മുടെ ചാലക്കുടി വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിൽ നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെ ആരോഗ്യ സംയുക്ത സഹകരണത്തോടെ നടത്തുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിൽ നമ്മുടെ നാട്ടിലെ ലഹരിക്ക് അറിയാതെയോ അടിമപ്പെട്ട കണ്ണീരായിട്ട്, അത് കരയുന്ന കണ്ണീരായിട്ട് വിഷമിച്ച് വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് ആ കണ്ണീര് മാറ്റിക്കൊണ്ട് അവരുടെ കുടുംബത്തിന് ഒരു പുഞ്ചിരി തൂകാൻ പറ്റിയത് ഒരു കുടുംബമാണ് ഈ വിൽസന്റെ ഭാര്യ. അതുപോലെ നിരവധി കുടുംബങ്ങളോട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നമുക്ക് നമ്മുടെ ഇവിടുത്തെ സീനിയർ സൈക്കാട്രിസ്റ്റായ പി സാറിൻ്റെ, അതുപോലെ തന്നെ ഡോക്ടർ അനുപ്രിയ മാഡം, അതുപോലെ തന്നെ സൈക്കാട്രി സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, എല്ലാവരും വലിയൊരു പിന്തുണയോട് കൂടി ഒരുപാട് ആൾക്കാർ ലഹരിക്ക് മോചനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എക്സൈസിനെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും വലിയൊരു നേട്ടമായിട്ട് എടുക്കാൻ പറ്റും. വളരെ സന്തോഷം കാര്യം. 2025 കൊച്ചി വിമാനത്താവളം വഴി കടന്നുപോയ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. മുൻ വർഷത്തെ അപേക്ഷിച്ച് മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ 3.7% വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് കഴിഞ്ഞ വർഷം ഏറ്റവുമധികം യാത്രക്കാർ കടന്നുപോയ 20 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കൊച്ചി 8ാം സ്ഥാനത്താണെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു. 2025 മൊത്തം 11,03,58,394 യാത്രക്കാരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടന്നുപോയത്.
ആഭ്യന്തര വിമാന യാത്രക്കാരുടെ എണ്ണം മാത്രം കണക്കിലെടുത്താൽ കൊച്ചി പട്ടികയിൽ 11ാം സ്ഥാനത്താണ്. എണ്ണത്തിൽ മുൻ വർഷത്തേക്ക് അപേക്ഷിച്ച് 2.9% വർധനവാണ് രേഖപ്പെടുത്തിയത്. മുൻ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 5,91,3112 ആഭ്യന്തര യാത്രക്കാരാണ് കൊച്ചി വഴി കടന്നുപോയത്. അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ കൊച്ചി 5ാം സ്ഥാനത്താണ്. യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 4.6% വളർച്ചയാണ് കൈവരിച്ചത്. 5,04,45,282 യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം കൊച്ചി വഴി യാത്ര ചെയ്തത്. എന്നാൽ മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുറവുണ്ടായി. യാത്രക്കാരുടെ എണ്ണത്തിൽ 3.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2025 4,07,39,564 യാത്രക്കാരാണ് തിരുവനന്തപുരം വഴി യാത്ര ചെയ്തത്. എണ്ണത്തിലുണ്ടായ കുറവിനെ തുടർന്ന് 2 സ്ഥാനം താഴ്ന്ന് പട്ടികയിൽ 16ാം സ്ഥാനത്തേക്ക് തിരുവനന്തപുരം പിന്തള്ളപ്പെട്ടു. ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് തിരുവനന്തപുരത്തിന് തിരിച്ചടിയായത്. എന്നാൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 2024 അപേക്ഷിച്ച് മുൻ വർഷം അന്താരാഷ്ട്ര വിമാന യാത്രക്കാരുടെ എണ്ണത്തിൽ 8.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 2,05,15,641 അന്താരാഷ്ട്ര യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. പട്ടികയിൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 8ാം സ്ഥാനത്താണ് തിരുവനന്തപുരം. വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കോഴിക്കോട് ഒരു സ്ഥാനം താഴ്ന്ന് 20ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ 2004 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 7.3% വർധനവാണ് രേഖപ്പെടുത്തിയത്. 3,09,33,697 യാത്രക്കാരാണ് കോഴിക്കോട് വിമാനത്താവളത്തെ ആശ്രയിച്ചത്. എന്നാൽ അന്താരാഷ്ട്ര യാത്രക്കാരുമായി ബന്ധപ്പെട്ട് വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കോഴിക്കോട് 7ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം 3,57,496 യാത്രക്കാരാണ് കോഴിക്കോട് വഴി സഞ്ചരിച്ചത്. എണ്ണത്തിൽ 3.4% വർധനവാണ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ കണ്ണൂർ വിമാനത്താവളം 13.5% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2025 1,52,891 യാത്രക്കാരാണ് കണ്ണൂരിനെ ആശ്രയിച്ചത്. മൊത്തം യാത്രക്കാരുമായി ബന്ധപ്പെട്ട് വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഡൽഹിയാണ് 1ാം സ്ഥാനത്ത്. മുംബൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവയാണ് തൊട്ടുപിന്നിൽ. ടാങ്കർ ലോറിയും KSRTC ബസും കൂട്ടിയിടിച്ച് ടാങ്കർ ലോറി ഡ്രൈവർ മരിച്ചു. പൊന്നാമ്പിയോളി പുലിക്കോട്ടിൽ കൊച്ചുമേത്തുവിന്റെ മകൻ 49 വയസ്സുള്ള ഡോൺ ബോസ്കോയാണ് മരിച്ചത്. ബുധനാഴ്ച കൊല്ലം കൊട്ടാരക്കരയിലായിരുന്നു അപകടം. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 പുളിങ്കര സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ. ഞങ്ങളുടെ 2 വണ്ടിയുടെ മുന്നേ ടാങ്കർ ലോറി വന്നത്. ആയൂർ ഭാഗത്തുനിന്ന് വന്ന ഓർഡിനറി ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്, നടൂരേക്ക് പോകാനുള്ള. അത് നിർത്തിയിട്ടിരുന്ന അതിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ വന്ന ഫാസ്റ്റ് ടാങ്കർ ലോറിയായിട്ട് ഇടിക്കുമായിരുന്നു. അവിടെ നിർത്തിയിട്ടിരുന്ന വടൂര് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന കൊട്ടാരക്കരയിൽ നിന്ന് ആയൂരോട്ട് പോയ ടാങ്കർ കോട്ടയം പോകുന്ന ഫാസ്റ്റ് റോഡ്. ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അത്ര സ്പീഡിലായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ സൈഡിലും വണ്ടി കിടപ്പുണ്ടായിരുന്നു. ചാലക്കുടി പുഴയിൽ വെട്ടുകടവ് പാലത്തിന് താഴെ നീന്തുന്നതിനിടെ യുവാവ് മുങ്ങിമരിച്ചു. അലവി സെന്ററിലുള്ള മാളിയേക്കൽ വീട്ടിൽ 38 വയസ്സുള്ള സിൻഡു സെബാസ്റ്റ്യനാണ് മുങ്ങിമരിച്ചത്. സ്റ്റേഷൻ ഓഫീസർ B രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എത്തിയ ചാലക്കുടി അഗ്നിരക്ഷാസേന നടത്തിയ തെരച്ചിലിൽ സിൻഡുവെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി നിലയത്തിലെ ജീവനക്കാരായ MS അനീഷ്, AV രജു, സന്തോഷ് കുമാർ, PS ഗിരീഷ് കുമാർ, PM നിമേഷ്, നിഖിൽ കൃഷ്ണൻ, സൂരജ് കുമാർ, അഖിൽ R നായർ, TA ജോസ് എന്നിവർ പങ്കെടുത്തു. ഉറുമ്പൻകുന്ന് അയ്യൻകുളം രവി ഭാര്യ ശകുന്തള നിരാതിയായി 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബഡ്ജറ്റിൽ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ 139 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിച്ചതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. കേരളത്തിലെ റോഡ് വികസനത്തിന് 988.75 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. മദ്യത്തിനടിമയായി ഏറെക്കാലത്തിനു ശേഷം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി വിൽസൺ.
സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വർഡ് പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ വിവരിച്ച് സംസ്ഥാന ബജറ്റ്. 2025 കൊച്ചി വിമാനത്താവളം വഴി കടന്നുപോയി യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.